ഞാൻ വഴിപാടിന്റെ രസീത് വാങ്ങിട്ട് വരാം. അപ്പൊ ടിവിയിൽ പാചക മത്സരം കണ്ട ശേഷം അർജുനും അമൃതയും കൂടി എങ്ങോട്ട് പോകും? അമ്പലത്തിൽ തൊഴാൻ പോകും. ഇതാരാ? ഇത് മായാവതി അല്ലേ? ഏട്ടാ ദേ വാസുദേവൻ മായാവതിനെ ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ മായാവതിക്ക് പൊട്ടടിക്കാൻ പൈസ ഇല്ല. തലകറിഞ്ഞു വീഴുന്ന മായാവതിയെ കണ്ട അമൃതയും അർജുനും മായാവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. നീ ഇതിൽ ഇടപെടണം വർഷ, എന്നിട്ട് അവരുടെ പിണക്കം മാറ്റണം. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. വാസുദേവനോട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയണം, ഞാനൊന്ന് സംസാരിക്കാം. അറിയിക്കാൻ മുത്തശ്ശി, പക്ഷെ പുള്ളി മായാവതിനെ ഡിവോഴ്സ് ചെയ്തെന്ന് പറയണേ. വരൂ. നിൽക്കുന്നുണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും മായാവതിയുടെ കൂടെ പോണം. അങ്ങനെ നമ്മുടെ ഉമ്മർ പറഞ്ഞിട്ട് കിരണും അഞ്ചും കൂടി നമ്മുടെ മായാവതിയുടെ കൂടെ തിരിച്ചു വീട്ടിലേക്ക് പോകും. ഇന്ന് തന്നെ വേണമെന്നില്ല, നാളെ പോയാൽ മതി. അഞ്ജലി, വലിയ ഉപകാരം. നീ വേണോ ഇനി കാര്യങ്ങളൊക്കെ നോക്കാൻ? അപ്പൊ മായാവതി ഇറങ്ങാൻ നിൽക്കുമ്പോ ആരോ ബെല്ലടിക്കും. ആരാണെന്ന് നോക്ക്. ആരാണ് അയാൾ? അകത്തേക്ക് വരാമോ? വരൂ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ചേട്ടനെന്റെ നമസ്കാരം. ഞാൻ ന്യൂ ഇന്ത്യ മാർക്കറ്റിംഗ് കമ്പനിയുടെ സൗത്ത് സോൺ മാർക്കറ്റിംഗ് മാനേജർ സോളമൻ. ദേവരാജൻ സാറിനെ പരിചയമുണ്ട്. എന്താ നിനക്ക് ഞങ്ങളുടെ അർജുൻ സാറിനെ പരിചയമില്ലാത്ത? അമൃത മേഡം ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. അമൃതാബിലേക്ക് ഇത്രയും പോപ്പുലറായി ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കണ്ണൂറോ ചാടത്തേണ്ടി. മേഡം ഉണ്ടാക്കിയ ജാമിന്റെ ടി വി പരിപാടി ഞങ്ങൾ കണ്ടിരുന്നു. ഓ, താൻ അത് കണ്ടിട്ടു എന്നെ തിരിച്ചറിഞ്ഞില്ലേ? എന്തുകൊണ്ട് ഈ ജാം വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൂടാന്ന് ഞങ്ങൾ ആലോചിച്ചു. അത് വളരെ മികച്ചൊരു ആലോചനയാട്ടാ. അദ്ദേഹം ഈ ജാം ഇവിടെ വെച്ച് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ആ വെള്ള ഷർട്ടിട്ട മണ്ടൻ ജാം സൂപ്പറാന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടി കടക്കി എടുത്തോണ്ട് വന്നേക്കാ ജാം ബിസിനസ് തുടങ്ങാൻ. ഇതുണ്ടാക്കി തന്നാൽ ഇതിന്റെ ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്റെ ഒരു സംശയമാണ്, ഏതെങ്കിലും ടി വി പരിപാടിയിൽ ആരെങ്കിലും ഉണ്ടാക്കി ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രോഡക്റ്റ് നന്നായാൽ ദേശായി ഗ്രൂപ്പ് തന്നെ ഇത് ഉത്പാദിപ്പിക്കാനുള്ള സ്ഥാപനം തുടങ്ങാവുന്നതാണ്. അതിന് തന്റെ ഒരു വാദം എന്തിനാണോ? ഞങ്ങൾക്ക് തന്നെ ഒരു മെഷീൻ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ പോരെ. അതിന് തന്റെ ഉദാര്യം വേണോ? ക്ഷമിക്കണം സർ, അമൃതയ്ക്കിപ്പോ ഈ ഓഫർ സ്വീകരിക്കാൻ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ പറയില്ല ഉമ്മറു, തുടങ്ങ്. ഞാൻ ഈ ജാം ഉണ്ടാക്കി തരാം. എന്നാ മായാവതി ഉണ്ടാക്ക്. ഈ ജാം ഉണ്ടാക്കാൻ ഞാൻ അവളെ പഠിപ്പിച്ചത്. അമൃത, അതപ്പേ എന്റെ കഴിവിന്റെ പകുതിയെ അമൃതയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. കഴിവ്. ഇതാ 10,000 രൂപയുണ്ട് അഡ്വാൻസ്. ഞാൻ മായാവതിയായിട്ട് ഡീൽ സെറ്റ് ആവുന്നു. ഇതിന് അമൃത ഉണ്ടാക്കിയ ജാമിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാ. എന്നാലും ഈ ഒരു ഉരുളി ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തേ? ലക്ഷക്കണക്കിന് രൂപയാ എന്റെ കയ്യിൽ വന്ന് മറിയാൻ പോകുന്നത്. അഞ്ചുബിയിലേക്ക് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. നീ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക്. ചൂട്ടോട്ടെടുത്തൊഴിക്കാം. ഓക്കെ, ടേസ്റ്റ് നോക്കാം. ഇത് വായി കഴിക്കാൻ കൊള്ളില്ലല്ലോ. ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്, പക്ഷെ അഞ്ചു പറഞ്ഞത് ഇങ്ങനെയാ. നന്നായിട്ടുണ്ട്. മായാവതി, സത്യം പരമാർത്ഥം. ഞാനും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമുക്കേ പാവയ്ക്ക ജാം എന്ന പേരിട്ടാലോ? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേക്ക് നോണ പറയാന്ന് വിചാരിക്കും. അന്ന് അമൃത ഉണ്ടാക്കി വെച്ചിരുന്ന ജാം ബാക്കിയില്ലേ? അപ്പൊ മായാവതി പ്ലാൻ ഇടും, അമൃത ഉണ്ടാക്കി വെച്ചാണ് ജാമിന്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പൊക്കി സാമ്പിൾ കൊടുക്കാം. എന്താ എന്താ എന്താന്ന് പറ. നോട്ടം കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യോ, വയറിനെന്താ സുഖമില്ലേ? വയറുവേദനയുണ്ടോന്ന് പോട്ടെ. കുഞ്ഞുണ്ടായാൽ ഭർത്താവിനോട് ലേശം സ്നേഹം കുറയുമെന്ന്. അതിന് സ്നേഹം ഉണ്ടെങ്കിലല്ലേ കുറയുള്ളൂ. കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും റൊമാൻസ് ആവാൻ. നമുക്ക് അങ്ങനെ ആവാം. എന്താ? റൊമാൻസിൽ അർജുനെ തോൽപ്പിക്കാൻ ആരുമില്ല മക്കളെ. ഇന്ന് നല്ല മൂഡിലാണല്ലോ. അതെ അതെ, ഞാൻ നല്ല മൂഡിലെപ്പോഴും. ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ശൃംഗരിക്കാം. എന്താ? ഓക്കെ, ടീ എങ്കിൽ ടീ ഉണ്ടാക്ക്. ഞാനും വരാം. വേണ്ട, നിന്റെ ചാട്ടം കൊട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് തന്നെ. അങ്ങനെ വർഷം ജാം വെക്കുന്നു, നടന്നു വരുന്നു. ഞാൻ ലൈറ്റിന്റെ സ്വിച്ചിലും കാണാൻ പിടിച്ച് നിൽക്കുക. നീ എങ്ങോട്ട് ഇങ്ങനെ ഓടുന്നത്? നിന്നെ പേടിച്ച ഓടുന്നതാവും. എന്റെ പ്രിയപ്പെട്ടവന് ചായ വേണമെന്ന് പറഞ്ഞ ഓടിപ്പോ ഞാൻ എടുത്തോണ്ട് വരണ്ടേ? പാതിരാത്രിയാണോ അർജുന ചായ കുടിക്കണേ? പാതിരാത്രി പാൽ കുടിക്കി. ഒരാളിഞ്ഞ ഡയലോഗ്. അത് സത്യം. പിന്നെ ചായ മാത്രം കിട്ടിയ പോരാ, പിന്നെന്താ വേണ്ടേ? ഈ ഇടയായിട്ട് കിട്ടേണ്ടതൊക്കെ തരാതിരിക്കുക. അതെന്തായിരിക്കും? അതെന്താ? ഇത് ഞാൻ കാണേണ്ടി വരൂ? നീ മാത്രമല്ല വർഷം, ഞാൻ ഇതൊക്കെ കാണേണ്ടി വരും. തരാലോ. തരൂ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? മതിയോ? പോരാ, പോരവരുടെ കൂടി കൊടുക്കാം അങ്ങോട്ട്. കെട്ടിപ്പിടിച്ച് തരണം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ? എന്തിനു ഇത്ര പിശുക്ക്? വർഷ സമ്മതിക്കൂല. വർഷ എന്താ ഇവിടെ? വർഷ, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? നിങ്ങൾ എന്താ ഇവിടെ? ചമ്മി ചമ്മി ചമ്മി
ദിവസം വർഷ പൊക്കിയ ജാമ് മായാവതിക്ക് കൊടുക്കും. ഇതെന്തു അടി ചവന പ്രാശോ നല്ല ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്താ ചവനപ്രാവശ്യ? ഇവിടെ വെയിറ്റ് ഞാൻ എടുത്തോണ്ട് വരാം. നാളെ അഷ്ടമിരോഹിണിയാ അറിയാലോ? അറിയാലോ. നാളെ അഷ്ടമി രോഹിണി. നാളെ അഷ്ടമി രോഹിണിയാ അല്ലെടുത്തി? അതെ സാറേ. കേട്ടിട്ട് വന്ന് തള്ളുക കള്ളൻ. കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്താനുള്ള ആടയാഭരണങ്ങൾ ശരിയായോ എന്ന് അമ്മ ചോദിച്ചു. ആടയാഭരണോ? നാളെ നിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ബർത്ത്ഡേയാ? അമൃതയുടെയോ? ഓ അന്ന് ജനിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ. അതെ അതെ, ഭയങ്കര ഭാഗ്യമായിരുന്നു അമൃതയ്ക്ക്. കുറച്ച് നാള് മുമ്പ് ഒലയ്ക്കാ കിട്ടിയോണ്ടിരുന്നത്. അഷ്ടമി രോഹിണിക്ക് ജനിച്ച ആളെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് ഉമ്മ ചോദിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ലേ? സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ താങ്ക്സ്. നമ്മുടെ തുളസി പട്ടുപോയി, അതുകൊണ്ട് കിട്ടിയില്ല. അവരവിടുന്ന് മാറ്റാൻ വേണ്ടിട്ട് വർഷം പൊന്തി. പണ്ട് എന്നും രാവിലെ അമ്മയാണ് ചായയുമായി വന്ന് അഭിഷേകിനെ ഉണർത്തുന്നതെന്ന്. വർഷം ഒരു കില്ലാടി എന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഒരു ജാമിന്റെ കുപ്പി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടേ. അമ്മേ, വീടിന്റെ പിന്നിൽ ബാൽക്കണിയുടെ താഴവാ, മുകളിൽ ഞാൻ വരാം. അപ്പൊ സിസിലി ഫ്രണ്ടിലേക്ക് വന്നോണ്ട് മായാവതിനോട് പറയും ബാൽക്കണിയിലേക്ക് അവിടെ തരാം. സിസിലി കാണാതിരിക്കാൻ വേണ്ടി ബാൽക്കണി വഴി ജാം കളക്ട് ചെയ്യാൻ പോകുന്ന മായാവതി. മായാവതി ഇങ്ങനെ തല മൂടിയുണ്ട്. പോയിട്ട് എന്താ കാര്യം? മായാവതിനെ കണ്ടറിഞ്ഞൂടി മായാവതി അന്ന്. ഞാനത് താഴെ കിടാൻ പോവാ. വേഗം വേഗം. ഇല്ലാടി. തുളസി ഉണങ്ങിപ്പോയെന്നല്ലേ പറഞ്ഞത്? എന്തിനാ അവിടെ നോണ പറഞ്ഞത്? സി വി വന്നു. പൊട്ടിച്ചു. നമ്മളിനുള്ള ജാം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? നാളെ എനിക്ക് ജിഎമ്മുമായിട്ട് മീറ്റിംഗ് ഉള്ളതാ. ഓക്കെ, നാളെ തന്നെ തരാട്ടാ. അത് കഴിക്കാൻ കൊതിയാവുന്നെന്നും പറഞ്ഞ് അവളെ കൊണ്ട് ഉണ്ടാക്കിക്കേ. ആ ബുദ്ധി കൊള്ളാം. അമൃതയ്ക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എന്തായാലും വിശ്വസിക്കും. നീ ഉണ്ടാക്കുന്ന ജാം അത് കഴിക്കാൻ കൊതിയാവുന്നു. വർഷയ്ക്ക് ജാം കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് അമൃതനെ കൊണ്ട് ജാം ഉണ്ടാക്കാൻ സമ്മതിപ്പിക്കും. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. ഉറപ്പാണേ? ഉറപ്പ്. ഇത്രയും ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടും ആ ബാക്കിൽ പന്ത് കെട്ടി ക്രിക്കറ്റ് കളിക്കുന്ന ലവനാണ് എന്റെ ഹീറോ. ചിത്രകല, പാചകകല, പിന്നെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഡിസൈൻ. അങ്ങനെ അമൃത വണ്ടി ജാം ഉണ്ടാക്കി കൊടുക്കണം. ജാമിന്റെ സ്മെല്ലാണല്ലോ. അമൃത അടുക്കളയിലാണ്. ജാർജന് ജാമിന്റെ സ്മെല്ലൊക്കെ അറിയോ? ഞാനിടാം, കുടിക്കോ? നോക്കാം. പിന്നെന്താ, കുടിക്കാലോ. നീ ഉണ്ടാക്കി കുറച്ചേ. അമൃത എന്താണ് അർജുന നീ ഇങ്ങനെ നോക്കണേ? എന്താണ് വയ്യ നിനക്ക്? അങ്ങനെ നോക്കല്ലേ ചേച്ചി നിൽക്കുന്ന കള്ളപ്പോ. വർഷ അയ്യേ വൃത്തികേട്. അമൃത അടുക്കളയാണ് ചേച്ചി നിക്കണ്, ഞാൻ റൂമിലേക്ക് വരാന്ന്. അതൊക്കെ രാത്രി പോ, അങ്ങനെ നോക്കില്ലേ. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കും. ഇത്രയും ആക്രാന്തം എന്തിനാ? അതെനിക്ക് സംശയം. അയ്യേ ഇതിനായിരുന്നാ? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇതിനായിരുന്നു. അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അമൃത ഉദ്ദേശിച്ച ഞാൻ വിചാരിച്ച എന്റെ മനസ്സിന്റെ പ്രശ്നമാണ്.